കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. വലിയ മോശമല്ലാത്ത തിരക്കുള്ള ദിവസം തന്നെയാണ്. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുള വാരസ്യാരെ ഒന്ന് കണ്ട് തൊഴാം. അങ്ങനെ ആ ഒരു ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. ആ ഗരുഡ വിഗ്രഹമൊക്കെ കണ്ട് നമ്മളങ്ങനെ വന്ന് ആ പുതിയ ഗോപുര നടയിൽ കൂടെ അങ്ങനെ വന്ന് നേരെ ഗണപതി ക്ഷേത്രത്തിലേക്ക്, അത്തിമര ഗണപതി ക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴാനായിട്ട് അവിടുത്തെ ചെന്ന് ആ ഗണപതിനെ തൊഴുത് വിഘ്നങ്ങളൊക്കെ അകറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ പോകുന്നു. അങ്ങനെ വന്ന് നേരെ ആ ഗോപുരവാതിൽ കിടന്ന് അകത്ത് കയറിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ദീപസ്തംഭത്തിൻ്റെ ആ കൊടിമരത്തിൻ്റെ അപ്പുറത്തുള്ള ആ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. മഹാലക്ഷ്മി ദേവി നടുക്കിരിക്കുന്നത് കാണാം. അങ്ങനെ വന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. കിടാവിളക്ക് കത്തി നിൽക്കുന്നു. അതൊന്ന് നോക്കിത്തൊഴാൻ സ്മരിക്കാം. വലത്തെ സൈഡിലുള്ള നരസിംഹാവതാരം കാണിച്ച് അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഏകാന്തം തന്നെയാണ്. അപ്പോൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. 2 കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. കാൽപാദങ്ങളിൽ കാൽവളകൾ കാണാണ്ട് നല്ല പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേമാതിരി കൈവളകൾ കാണാണ്ട് തോൾവളകളുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ ഉണ്ട്. അങ്ങനെ 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ ഊതുകയാണ്. നല്ല രസമായിട്ട് ആ വേണുഗോപാലൻ മുരളീധരനായിട്ടാണ് ഇന്നത്തെ ആ ഒരു കാഴ്ച. അപ്പോൾ നല്ല കാഴ്ചയാണ്. അങ്ങനെ നോക്കുമ്പോൾ മുകളിലേത് ആ ഒരു പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഉള്ളത് തിരുമുടി മാലകൾ 2 വെളുത്ത പൂവും തെച്ചിയും, അതേപോലെ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത്. അതേപോലെ വലിയൊരു ഉണ്ടമാല ഉണ്ട് 2. അതും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതാണ്. അതേപോലെ കുറച്ച് തെച്ചിയുണ്ട്. അങ്ങനത്തെ 2. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് വിചാരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ ആ ഒരു കാഴ്ച നമ്മൾ കാണുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അതിന് ശേഷം ആ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങണം. മഴ വന്നു കേട്ടോ. അങ്ങനെ തൊഴുത് ഇറങ്ങി നേരെ നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുതു. പിന്നീട് നമ്മൾ നേരെ തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നീട് നേരെ ആ ചുമരിൻ്റെ അവിടേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം. അത് കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് അങ്ങനെ വരുമ്പോൾ ഗണേശൻ്റെ അവിടേക്ക് വരിക. അവിടെ കുറച്ച് തിരക്കുണ്ട്, എന്നാലും അവിടെ ചെല്ലുമ്പോൾ എന്താ നല്ല രസമാട്ടോ. ഇപ്പം എന്തായാലും കണ്ണനായിട്ടാണ് അവിടുത്തെ ഗണപതി ഇരിക്കുന്നത്. ഗണേശന് കണ്ണൻ്റെ ഒരു ഛായ വന്നു. കാരണം എന്താ വെച്ചാൽ പീലിയുണ്ട്. പിന്നെ അതേപോലെ ആ തിരുപ്പതി ദേവൻ്റെ പോലത്തെ ആ കുറിയാണ് വെച്ചെന്ന് ചുവപ്പും ഇതായിട്ടുള്ളത്. പിന്നെ കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ചാർത്തൽ. പിന്നെ അതേപോലെ ഒരു ഏകദേശം ആകാശനീല, അതേപോലെ ഒരു പീലിയുടെ കളർ പോലത്തെ കളറിങ്ങനെ ഷാളിങ്ങനെ വലുതായിട്ട് ഇട്ടിട്ടുണ്ട്. 4 പുറത്ത് ഇങ്ങനെ ഇതാക്കിയ മാതിരി. പിന്നെ അരയിൽ നന്നായിട്ടുള്ള ആ ഒരു വെളുത്ത പട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളൂ, ഏത്തട്ടോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവി അതിനെ കാണുക. സരസ്വതി അറയിലേക്ക് നോക്കുമ്പോൾ 3 തുളസിയും വെളുത്ത പൂവുള്ള മാലകളുണ്ട്. അപ്പോൾ സരസ്വതി ദേവീനെയും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വരുമ്പോൾ മായാദേവീനെയും ചെറിയ ഗണേശനെയൊക്കെ കണ്ടിങ്ങനെ തൊഴാം. അങ്ങനെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അങ്ങനെ മേൽശാന്തിയുടെ അവിടെ വരുമ്പോൾ ഇന്നത്തെ കളഭാലങ്കാരം കക്കാട്
കൊച്ചോദിക്കനല്ല സുനിലോദിക്കനാണ്. അതേപോലെ ഉച്ചപൂജ അലങ്കാരം വന്നിരുന്നത് മേൽശാന്തി തന്നെയാണ്. കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാടാണ്. അപ്പോൾ ആ സുനിലോദിക്കൻ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദം വാങ്ങാം. അതിന് ശേഷം ആ വാമനാവതാരവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ അവതാരമൊക്കെ കണ്ട് ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടിങ്ങനെ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ ബ്രഹ്മാവിൻ്റെ അവിടേക്ക് നല്ല വലിയ കട്ടിയുള്ള മാല, വെളുത്ത പൂവും ചുവന്ന അതായത് അരളിപ്പൂവും കൂടി ചേർന്നുള്ള വലിയ നല്ല കട്ടിയുള്ള മാല, അതിങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട് താഴത്തേക്ക്. പിന്നെ ബാക്കിയുള്ള വിഷ്ണുവിനും ഒക്കെ ഉള്ളത് വെളുത്ത പൂവാണ്, ആ മുല്ലപ്പൂവിൻ്റെ മാലകളാണ്. അങ്ങനെ പിന്നെ മുകളിൽ വിധാനമായിട്ട് തുളസി മാലകളുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് നോക്കി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ബാക്കി ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് വരുമ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ നിറയെ മാലകളുണ്ട്, 3 മാലകളുണ്ട്. ആ മാല പിന്നെ ചെറിയൊരു ലിഖിതമാലയുണ്ട് എഴുതിയിട്ട് വെച്ച, അതുകൊണ്ട്. പിന്നെ മുരുകൻ്റെ അടുത്ത് വരാൻ അവിടെ ഭസ്മം കൊണ്ട് അലങ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹനുമാൻ്റെ അടുത്ത് വരുമ്പോൾ ഇന്നും കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ആരും എന്താണെന്നറിയില്ല, ഹനുമാൻ മാലയൊന്നും ചാർത്തുന്നില്ല. അപ്പോൾ ഹനുമാൻ്റെ അടുത്ത് വന്നു കണ്ടു. അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപമൊക്കെ കാണാം. അവിടെ ഒന്നും മാലയില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ കുറച്ച് പടിഞ്ഞാട്ട് മാറിയാൽ ചുമരിൻ്റെ മുകളിലുള്ള താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ വന്ന് കിഴക്കേ ഭാഗത്തേക്ക് എത്തുമ്പോൾ മണിക്കിണർ കാണാം, അവിടെ നിന്ന് തൊഴാം. അതേപോലെ ഉള്ളിൽ നോക്കിയാൽ നൃത്താറയിൽ കിടാവൾക്ക് കത്തി നിൽക്കണു. അപ്പോൾ നമ്മുടെ കണ്ണനെ മനസ്സിൽ വിചാരിച്ച് തൊഴാം. അങ്ങനെ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെ ആ ഉണ്ണീനെ കൊണ്ടുവരുന്ന അനന്തൻ്റെ കാവലിൽ കുട പിടിച്ചിങ്ങനെ വരുന്ന ആ കാഴ്ച കണ്ട് വടക്കേ നടയിലൂടെ പുറത്ത് വരാം. പ്രസാദ കൗണ്ടറിലെത്തിയ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അങ്ങനെ നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അവിടെ എത്തുമ്പോൾ കുറച്ച് തിരക്കുണ്ട്, എന്നാലും ഭഗവതിയുടെ കാണാനായിട്ട് പോകുമ്പോൾ വളരെ രസമായിട്ട് അതീവ സുന്ദരിയായിട്ടാണ് ഭഗവതി ഇരിക്കുന്നത് കേട്ടോ. നല്ല കളഭം കൊണ്ട് അലങ്കാരം ഇങ്ങനെ ചന്ദനമൊക്കെ നന്നായിട്ട് വെച്ച് കണ്ണെഴുതി പൊട്ട് തൊട്ടിട്ട് ഇങ്ങനെ നല്ല കാഴ്ചയാണ്, നല്ല രസമായിട്ട്. വലിയ മാലയുണ്ട്. അതേപോലെ ഒരു 2 കാതിലും വെള്ളി കമ്മലാണ് അണിഞ്ഞിട്ടുണ്ട്, 2 വെള്ളി കമ്മലുണ്ട് നന്നായിട്ട്, അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതേമാതിരി ആ പൊട്ട് നന്നായിട്ട് കാണാണ്ട് കിരീടം വെച്ചിട്ടുണ്ട് ഭഗവതി. നല്ല രസമായിട്ട് നല്ല അലങ്കാരം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നിറയെ പൂക്കളുണ്ട്, അർച്ചന ധാരാളം നടക്കുന്നുണ്ട് ഇപ്പോൾ. അർച്ചന പൂക്കൾ ഇങ്ങനെ ധാരാളമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമ്മൾ പോരുമ്പോൾ കോർണറിലെത്തിയിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ ആ മമ്മിയൂർ പോയ ആ ഒരു ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ രൂപ എടുത്ത് വയ്ക്കുന്ന അവിടെയും അതേപോലെ കുന്നിക്കുരു വഴിപാട് അവിടെയുണ്ട്. പിന്നെ നെയ്വിളക്കിൻ്റെ അവിടെയൊക്കെ ആളുകളുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഉണ്ണിക്കണ്ണനെ, ആ വേണുഗോപാലിനെ, ആ മുരളീധരനെ കണ്ട് തൊഴാം. ആ മുരളീധര സ്വരൂപത്തെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ വന്ന് അവിടുന്ന് വരുമ്പോൾ അവിടെ നമസ്കരിച്ച് വന്ന് ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നാൽ കിടാവിളക്ക് കാണാം, അവിടെയും നമസ്കരിക്കുക. അങ്ങനെ അവിടുന്ന് വരിക. അവിടുന്ന് വന്ന് നേരെ വരുന്നത് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്കാണ്.
അയ്യപ്പസ്വാമിയുടെ അടുത്ത് കളഭാലങ്കാരം അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ആ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ അലങ്കാരമായി വരുന്നു. അതേപോലെ സ്വർണ്ണ കളറുള്ള ആ പാവുണ്ട്, വെളുത്ത ആ പാവുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അരയിൽ ഇങ്ങനെ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഏകദേശമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. തൊഴുതോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെയും തൊഴുത് പ്രദക്ഷിണം ചെയ്ത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ വരുമ്പോൾ ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് ഇറങ്ങി നിന്ന കൊടിമരത്തിൻ്റെ മുകളിലെ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ രുദ്രതീർത്ഥത്തെ പ്രദക്ഷിണം ചെയ്യാം. നടുക്കുള്ള വേണുഗോപാല സ്വരൂപത്തെ ഒന്നുകൂടി കാണാം കുളത്തിലുള്ള. അപ്പം അങ്ങനെ കണ്ട് തൊഴുത് പൂന്താനം പൂജിച്ചിരുന്ന ആ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വരുമ്പോൾ അവിടെ കുറേ പേര് നാമം ചൊല്ലിയിരിക്കുന്നുണ്ട്. നല്ല ഭജനകൾ പാടുന്നു. അപ്പോൾ അതൊക്കെ അവിടെ കണ്ടൊന്ന് കാണാം. അതിന് ശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ഭഗവതി നടയിലെത്തി അവിടെ ഒന്ന് തൊഴാം. പിന്നെ കിഴക്കേ നടയിൽ വന്ന വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമ്മുടെ കണ്ണനെ ആ മുരളീധര സ്വരൂപത്തെ ഒന്നുകൂടി കാണാൻ ശ്രമിക്കാം. അപ്പോൾ വിളക്ക് കാണാം. അങ്ങനെ അവിടുന്ന് തന്നെ നോക്കിയാൽ തെക്കേ നടയിലുള്ള കൂവളത്തെ കാണാം. അപ്പോൾ ആ കൂവളത്തിൻ്റെ അവിടെ വന്നിട്ട് കൂവളത്തിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും ഒക്കെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരം കണ്ടു, തൊഴുതു. എന്നെ ശ്രവിക്കുന്ന ആളുകൾ എപ്പോഴാണോ ആ സമയത്ത് ഭഗവാന്റെ തിരുനടയിൽ നിന്ന് തൊഴുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അവിടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അതുപോലെ ഇന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നത് രഞ്ജി തിരുവാതിര ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഹരിദാസനായില്യം ജാനകിയമ്മ തൃക്കേട്ട ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചന്ദ്രബോസ് ചന്ദ്രബോസ് അവിട്ടം അദ്ദേഹത്തിൻ്റെ രുചി ശരിയാവാൻ വേണ്ടിയിട്ടാണ് നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് രുചി കറക്റ്റായി കിട്ടുന്നില്ല എന്നാണ് സർജറി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ബിന്ദു ഉണ്ണിയുടെ മകളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പ്രേമകുമാരിക്ക് തൊണ്ടയിലെ വേദന മാറാൻ വേണ്ടിയിട്ട്. പിന്നെ മല്ലികയുടെ മകന് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സന്ദീപ് ഭരണി പരീക്ഷാ വിജയത്തിനാണ്. രഘുപതി പുരാടം രഷ്ത് തിരുവാതിര അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ശ്രവിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ അവിടെ തിരുനടയിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കടാക്ഷം ലഭിക്കും. എല്ലാവരുടെയും അസുഖങ്ങളും സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാക്കി തരും, അസുഖങ്ങളൊക്കെ മാറ്റിത്തരും. അപ്പോൾ എല്ലാവർക്കും ഇനി ഒരു ചെറിയ കഥയും കൂടി, ചെറിയൊരു കഥയാണ്. ഏകദേശം 800 വർഷക്കാലം പഴക്കം വരുന്ന തൃക്കണാമതിലകം ശിവക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യമായിട്ടാണ്. അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ വില്യമംഗലം സ്വാമിയാരും കൂടി കാനോലി കനാലിൽ കൂടി തൃപ്രയാർക്കോ മറ്റോ വടക്കോട്ട് ബോട്ടിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ തിരുവഞ്ചിക്കുളം കൊടുങ്ങല്ലൂരും കഴിഞ്ഞ് ബോട്ട് മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് ഒരിടത്ത് വെച്ച് ബോട്ട് ഒന്ന് ആടി ഉലഞ്ഞു നിന്നു. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. രാജകുടുംബത്തിൻ്റെ യാത്രയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ബോട്ടാണ്. ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച ബോട്ടിന് യാതൊരു കേടുപാടും മുമ്പെങ്ങും സംഭവിച്ചിട്ടുമില്ല. ബോട്ടിലെ ജോലിക്കാരൻ എത്ര ശ്രമിച്ചിട്ടും തകരാറ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബോട്ട് തീരത്തോട് കുറച്ചടുത്താണ് നിൽക്കുന്നത്. എന്നാൽ ആർക്കും തന്നെ കരയിലേക്ക് ഇറങ്ങാൻ ആവില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ബോട്ട് ചെളിയിൽ പൂണ്ടതുപോലെ നിശ്ചലമായി ഇരിക്കുകയാണ്. എന്തെങ്കിലും പരിഹാരം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ രാജാവ് സ്വാമിയാരെ നോക്കി. എന്നാൽ അദ്ദേഹം ഒരക്ഷ ഉരിയാടാതെ കണ്ണടച്ച് ധ്യാനനിമഗ്നനായി നിൽക്കുകയാണ് ഉണ്ടായത്. ദിവ്യനായ വില്ലമംഗലത്തിൻ്റെ അകക്കണ്ണിൽ ആ ദൃശ്യം തെളിഞ്ഞു വന്നു. ബോട്ടിൽ നിന്ന് ഒരു നീണ്ട പലക കരയിലേക്ക് വെച്ച് അദ്ദേഹം അവിടെ ഇറങ്ങി. ചുറ്റും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. സ്വാമിയാർ അവിടെ നിന്നുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തി നോക്കിയപ്പോൾ ഒരു തിളങ്ങുന്ന സർപ്പം തലയുയർത്തി മാടി വിളിക്കുന്നു. കൺമുന്നിലൊരു ജട, അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീണ്ടു കിടക്കുന്നു. അതിൻ്റെ ഉറവിടം തേടി ശ്രീ വില്ലമംഗലം സ്വാമിയാർ മുന്നോട്ട് നടന്നു. തലയുയർത്തി നിൽക്കുന്ന സർപ്പത്തിൻ്റെ മുന്നിലാണ് ജട ചെന്നവസാനിച്ചത്. കാട്ടുപുല്ലുകൾക്കിടയിൽ തെളിഞ്ഞ കറുത്ത ശിലയിലാണ് സർപ്പം ഇരിക്കുന്നതെന്ന് സ്വാമിയാർക്ക് മനസ്സിലായി.
സ്വാമിയാർ ശിലയുടെ മുന്നിലെത്തിയതോടെ സർപ്പം താഴെ ഇറങ്ങി അപ്രത്യക്ഷനായി. സ്വാമിയാർ അവിടെ ഇരുന്നു കൊണ്ട് കറുത്ത ശിലയ്ക്കും ചുറ്റുമുള്ള പുല്ലുകൾ പറിച്ചു നീക്കി. മഹാ അത്ഭുതം! കാട്ടുപുല്ലുകൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന കറുത്ത ശില സ്വയംഭൂവായ മഹാദേവനാണ്. സ്വാമിയാർ ഉടൻ തന്നെ മഹാദേവനെ വണങ്ങിക്കൊണ്ട് രാജാവിനെ മുന്നിൽ ഓടിയെത്തി വിവരം ഉണർത്തിച്ചു. വില്ലുമംഗലം സ്വാമിയാരോടൊപ്പം മഹാരാജവും പരിവാരങ്ങളൊക്കെ മഹാദേവൻ്റെ മുന്നിലെത്തി. അപ്പോഴും ശിലയിൽ നിന്ന് രക്തം ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ രാജാവും വില്ലുമംഗലവും ഒരു നിമിഷം പരസ്പരം നോക്കി. ഈ നിലയ്ക്കാത്ത രക്തപ്രവാഹത്തെ വരുംകാലങ്ങളിൽ നാടിനും നാട്ടുകാർക്കും നാശത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു അറുതി വരുത്തണം. സ്വയംഭൂവായ മഹാദേവനെ വെച്ച് ആരാധിച്ചാൽ മാത്രമേ വരാതിരിക്കേണ്ട മഹാദുരന്തത്തിൽ നിന്ന് നാടിന് രക്ഷയുള്ളൂ. വില്ലുമംഗലം സ്വാമിയാരുടെ അഭിപ്രായം അനുസരിച്ച് അവിടെ ഒരു മഹാദേവ ക്ഷേത്രം നിർമ്മിക്കാൻ രാജാവ് തീരുമാനിച്ചു. നാട്ടിലെ പ്രമുഖ പൗരന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വിവരം അറിയിച്ചു. നാട്ടുപ്രമാണികളും ജനങ്ങളൊക്കെ അറിഞ്ഞ് അപ്പോൾ കുളിമുട്ടത്ത് മുതിരയ്ക്കൽ അച്ചു പണിക്കൻ, പയ്യാനക്ക് തറവാട്ടുകാർ തുടങ്ങിയവരാണ് ആ നാട്ടിലെ പൗരപ്രമുഖർ. അവരൊക്കെ പാടെ കൂടിയിട്ട് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അതാണ് തൃക്കണാമതിലകം ശിവക്ഷേത്രം. അങ്ങനെ ചെറിയൊരു കഥ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കഥയൊക്കെ ഇഷ്ടമായി വായിച്ചാലൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഉച്ചപൂജ എല്ലാവർക്കും കിട്ടട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും കിട്ടട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.